വനംവകുപ്പിന്റെ കസ്റ്റഡിയിലേക്ക് ഇപ്പോൾ വേടനെ കൈമാറിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ വേടന്റെ അതിന്റെ നടപടികൾ പൂർത്തിയാക്കുകയാണ്. അല്പസമയത്തിനകം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാകും എന്തായാലും കോടനാടേക്ക് കൊണ്ടുപോകുക. നേരത്തെ സൂചിപ്പിച്ചു, അതായത് 6 ഗ്രാം കഞ്ചാവ് പിടികൂടുന്നു. അതിനുശേഷമാണ് പിന്നീട് വേടന്റെ കഴുത്തിലെ മാല വേടനെ കുരുക്കായി മാറിയത്. അതാണ് യഥാർത്ഥത്തിൽ വേടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു കുരുക്കായി മാറിയത്. സ്വാഭാവികമായിട്ടും ജാമ്യമില്ലാ പ്രകാരമുള്ള നടപടികൾ തന്നെയാകും വേടനെ നേരിടേണ്ടി വരിക. എന്തായാലും ഇന്നിപ്പോൾ ഇവിടെ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനും ഉടനെ ഇറക്കി അതിനുശേഷം കോടനാടേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേടനൊപ്പം പിടികൂടിയ മറ്റ് 8 പേരെ അല്പസമയത്ത് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരും. അതിനുശേഷം മറ്റ് നടപടികൾ പൂർത്തിയാക്കി അവരെയും ജാമ്യത്തിൽ വിടും. എടുത്തു പറയേണ്ട കാര്യം, വേടന്റെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ അതൊരുപക്ഷെ മറ്റ് ആംസ് ആക്ട് അടക്കമുള്ള കുരുക്കിലേക്ക് പോകുമോ എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അത് ഓൺലൈൻ വഴി വാങ്ങിയതാണ് എന്ന ഒരു വിവരമാണ് ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മറ്റ് നിയമക്കുരുക്കിലേക്കോ അല്ലെങ്കിൽ മറ്റ് കേസടക്കമുള്ള കാര്യങ്ങളിലേക്കോ പോകാൻ സാധ്യതയില്ല എന്നിപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ഇപ്പോൾ പോലീസ് തന്നെ പങ്കുവയ്ക്കുന്ന വിവരമാണ്. അതുകൊണ്ട് തന്നെ വേടനെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും പ്രധാനമായും ഈ 6 ഗ്രാം കഞ്ചാവ് സ്വാഭാവികമായിട്ടും സ്റ്റേഷനിൽ ജാമ്യം ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. പക്ഷേ അതിനുശേഷമുണ്ടായ സാഹചര്യം പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിൽ പുലിപ്പല്ല് കണ്ടെത്തുന്നു. അതോടൊപ്പം തന്നെ വീട്ടിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തുന്നു, ഫ്ളാറ്റിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തുന്നു. ഒരുപക്ഷെ അതാകും പിന്നീട് മറ്റ് കുരുക്കുകളിലേക്ക് പോകുക എന്ന ഒരു വിവരമാണ് പിന്നീട് പോലീസ് അടക്കം പങ്കുവച്ചത്. പക്ഷേ ഈ ഘട്ടത്തിൽ പോലീസ് ഒരു വിശദമായ പരിശോധന നടത്തിയപ്പോൾ അത് ഓൺലൈൻ വഴി വാങ്ങിയ ആയുധങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് മറ്റ് ഒരു നിയമ കുരുക്കിലേക്കോ പോകാൻ ഇടയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വനം വകുപ്പിന് കൈമാറാനുള്ള ഒരു നടപടികൾ പൂർത്തിയായി വരുന്നു. അതിനുശേഷം അല്പസമയത്തിനകം കോടനാടേക്ക് കൊണ്ടുപോകും. നാളെയാകും പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയിൽ ഹാജരാക്കുക.